ഹലോ മക്കളെ, വെൽക്കം ടു എഡ്യൂപോർട്ട്. യെസ്, അപ്പോൾ എല്ലാവരും പ്രാക്ടിക്കൽ എക്സാമിനെ പറ്റിയിട്ട് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? യെസ്, അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മൾ ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് നമ്മുടെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ലാബ് എക്സാം എന്ത് ചെയ്യാൻ പോവാണ്, സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നേരെ ഡയറക്റ്റ് C++ൻ്റെയും HTML-ൻ്റെയും ഒക്കെ പ്രോഗ്രാമിലേക്ക് ഡയറക്റ്റ് പോകുന്നില്ല. അതിന് പകരം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രാക്ടിക്കൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസ്, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ. അതായത് ഒരുപാട് ആൾക്കാർക്ക് കുറേ ഡൗട്ട് ഉണ്ട്, സാർ C++ എന്തായാലും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്, HTML പഠിക്കണോ, SQL പഠിക്കണോ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നല്ലേ വരുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സാർ ആ ക്വസ്റ്റ്യൻ മാറ്റാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും വരുന്നുണ്ട്. മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, എത്ര മണിക്കൂർ എക്സാം ആണ് അല്ലേ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. സോ ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാന്നുള്ള രീതിയിൽ ഒരു ഓവർവ്യൂ ആണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രാക്ടിക്കൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്ത് നോക്കാം, ഇതിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. ഈ സിലബസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് 3 സെക്ഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ C++ ആണ്, രണ്ടാമത്തെ സെക്ഷനിൽ HTML-ൻ്റെ പ്രോഗ്രാംസ് ആണ്, ആൻഡ് മൂന്നാമത്തെ സെക്ഷനിൽ MySQL ആണ്. C++ൻ്റെ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് HTML-ൻ്റെ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ MySQL-ൻ്റെ 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇതെല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ, C++ൻ്റെ ക്വസ്റ്റ്യൻ പാർട്ട് A ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ HTML-ൻ്റെയും SQL-ൻ്റെയും ക്വസ്റ്റ്യൻ ഒരു പാർട്ട് B എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ഈ പാർട്ട് A, അതായത് C++ൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 10 ക്വസ്റ്റ്യൻ ഉണ്ട് ടോട്ടൽ. അതിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. 10-ൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഏതാണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, 10-ൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ സെക്ഷൻ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ HTML-ഉം SQL-ഉം കൂടെ ഒരു സെക്ഷൻ ആയിട്ടാണ് ഉണ്ടാവുക. ആൻഡ് ഈ സെക്ഷൻ ബിയിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. പാർട്ട് എയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ആൻഡ് പാർട്ട് ബിയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ആ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ചിലപ്പം HTML-ൻ്റെ ആയിരിക്കും, ചിലപ്പോൾ അത് എന്തിൻ്റെ ആയിരിക്കും, MySQL-ൻ്റെ ആയിരിക്കും. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് HTML-ൻ്റെ ക്വസ്റ്റ്യൻ ആണോ കിട്ടുക അല്ലെങ്കിൽ SQL-ൻ്റെ ക്വസ്റ്റ്യൻ ആണോ കിട്ടുക, നമുക്ക് പറയാൻ പറ്റില്ല. പാർട്ട് ബിയിൽ നിന്ന് ഈ 2 സെക്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടോട്ടൽ നമുക്ക് ചെയ്യേണ്ടി വരിക. ഫസ്റ്റ് എന്ന് പറയുന്നത് പാർട്ട് എയിൽ നിന്ന് C++ൻ്റെ ക്വസ്റ്റ്യൻ, പിന്നെ രണ്ടാമതായിട്ട് പാർട്ട് ബിയിൽ നിന്ന് ഒന്നുകിൽ HTML-ൻ്റെ അല്ലെങ്കിൽ SQL-ൻ്റെ എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വരിക എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻസ് വിൽ ബി ബേസ്ഡ് ഓൺ ദ സിലബസ് ഓൺലി. അതായത് നമ്മൾ നിങ്ങളെ ലാബിൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ റെക്കോർഡിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാംസ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, പരീക്ഷയ്ക്ക് ഉണ്ടാവുള്ളൂ. അതൊന്നും മാറ്റിയിട്ടോ അല്ലെങ്കിൽ അതുപോലത്തെ വേറെ ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല. സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സാമിന് ഉണ്ടാവുക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ആൻഡ് അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മക്കളെ, 3 മണിക്കൂറാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 3 മണിക്കൂർ എക്സാം ആണ്. ആൻഡ് മാക്സിമം മാർക്ക് എത്രയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 മാർക്കാണ് എന്നുള്ള കാര്യം. ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അല്ല, 20 ഈ എക്സാം നടക്കുക ബാച്ചുകളൊക്കെ ആയിട്ടാണെന്ന് പറയുന്നുണ്ട്. കുറച്ച് സ്റ്റുഡൻസ് ഒരു ബാച്ചിൽ, മാക്സിമം 20 സ്റ്റുഡൻസ് ഒക്കെ ആയിരിക്കും ഒരു ബാച്ചിൽ ഉണ്ടാവുക. നമ്മൾ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്, നമ്മളെ കയ്യിൽ ഒരു റെക്കോർഡ് ഉണ്ടായിരിക്കണം. ആൻഡ് ആ റെക്കോർഡ് ബുക്കിൽ 20 പ്രോഗ്രാംസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ആൻഡ് ആ 20 പ്രോഗ്രാംസ് നിങ്ങളുടെ ടീച്ചർ ഇൻചാർജ് എന്ത് ചെയ്തിരിക്കണം, സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ നിങ്ങളെ റെക്കോർഡിൽ ടീച്ചർ സൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അങ്ങനെ സൈൻ ചെയ്തിട്ടുള്ള റെക്കോർഡ് നിങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ നിങ്ങളെ പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻസ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ദ DHSC ആണ്. അതായത് നിങ്ങളെ സ്കൂളിൽ നിന്ന് ടീച്ചർ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ടീച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമല്ല, DHSC പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളെ സ്കൂളിൽ നിങ്ങൾക്ക് വരുന്ന എക്സ്റ്റേണൽ എക്സാമിനർ ടിക്ക് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് വെക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരിക എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ആൻഡ് ഇവിടെ പറയുന്നുണ്ട് ഒരു 20 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ സെലക്ട് ചെയ്തതിൽ ഏത് ക്വസ്റ്റ്യൻ ആണോ ഉള്ളത് അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, ലാബിൽ ചെയ്യേണ്ടി വരിക. ആൻഡ് ആദ്യം തന്നെ പ്രോഗ്രാം നേരിട്ട് കമ്പ്യൂട്ടറിൽ അങ്ങ് ടൈപ്പ് ചെയ്യലല്ല, അതിൻ്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ, ആ പ്രോഗ്രാം അല്ലെങ്കിൽ നിങ്ങൾക്ക് HTML എന്താണോ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കോഡ് കംപ്ലീറ്റ് നിങ്ങൾ പേപ്പറിൽ എഴുതി കൊടുക്കേണ്ടി വരും. അത് എഴുതി
എഴുതി കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സിസ്റ്റം ഓൺ ആക്കിയിട്ട് അത് ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൂടെ പറയാനുണ്ട്. ആൻഡ് മറ്റ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കോർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒന്നുമില്ല, ഇതിൻ്റെ സ്കോർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇങ്ങനെയാണ്. C++ൻ്റെ പാർട്ടാണെങ്കിൽ ലോജിക്കിന്, പ്രോഗ്രാമിൻ്റെ ലോജിക്കിന് ഒരു 10 മാർക്ക് വരുന്നുണ്ട്. ആൻഡ് ഡീബഗിങ് സ്കിൽസ് അല്ലേ, ലോജിക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രോഗ്രാമൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം മാർക്ക് കിട്ടും. ആൻഡ് ഡീബഗിങ് സ്കിൽ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൽ ചിലപ്പം റൺ ചെയ്ത് കഴിഞ്ഞാൽ എററും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ആ എറർ കറക്റ്റ് ചെയ്യുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് 6 മാർക്കായിരിക്കും നമുക്ക് ഉണ്ടാവുക. ആൻഡ് ഇപ്പോൾ വെബ് ആപ്ലിക്കേഷൻ, അതായത് HTML കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ടാഗും ആട്രിബ്യൂട്ട്സ് ഒക്കെ ഉപയോഗിച്ചാണ് കോഡ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു 10 മാർക്ക് കിട്ടും. ആൻഡ് ഡീബഗിങ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, എററൊക്കെ കറക്റ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. അത് എറർ കറക്ഷൻ എക്സിക്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള 6 മാർക്ക് ഉണ്ടാവും. ആൻഡ് ഇപ്പോൾ MySQLൻ്റെ കേസ് ആണെങ്കിൽ പ്രോപ്പർ കമാൻഡും ക്ലോസസും അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 10 മാർക്ക് ഉണ്ടാവും. ഡീബഗിങ് സ്കിൽസ് നോക്കിയിട്ട് ബാക്കിയുള്ള 6 മാർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തായാലും 16 മാർക്ക് നമുക്ക് കിട്ടണം, കാരണം C++ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിലപ്പം വെബ് എന്നായിരിക്കും, അതായത് HTML എന്നായിരിക്കും അല്ലെങ്കിൽ SQL എന്നായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് HTML കിട്ടിയെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് 16 മാർക്ക് കിട്ടണം. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ SQL കിട്ടിയെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് 16 മാർക്ക് കിട്ടണം. ഈ രീതിയിൽ ടോട്ടൽ അല്ലെ ഇവിടുന്ന് 16ഉം അല്ലെ ഇവിടുന്ന് 16ഉം അതുപോലെ തന്നെ രണ്ടാമത്തെ സെക്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു സെക്ഷനിൽ നിന്ന് 16ഉം അല്ലെ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 32 മാർക്കാണ് ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ ലാബിൻ്റെ ആ ഒരു പെർഫോമൻസിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാനുള്ള മാർക്ക് എന്ന് പറയുന്നത്. അതായത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് വരുന്നത്. ടോട്ടൽ സ്കോർ ഫോർ 2 ക്വസ്റ്റ്യൻസ്, 2 ക്വസ്റ്റ്യൻസിനായിട്ട് 32 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്. ആൻഡ് ബാക്കി നമുക്ക് 40 ആവാൻ ബാക്കി എത്ര ഉണ്ട്, 8 മാർക്ക് ഉണ്ട് അല്ലേ. ആ ബാക്കി 8 മാർക്കിൽ 4 മാർക്ക് നിങ്ങളെ റെക്കോർഡിൻ്റെ മാർക്കാണ് മക്കളെ. 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ കയ്യിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള റെക്കോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. അതേപോലെ തന്നെ വൈവക്കാണ് മക്കളെ ബാക്കിയുള്ള 4 മാർക്ക് കേട്ടോ. 4 മാർക്ക് വൈവയാണ്. വൈവനെ പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം ഇവര് ഗൈഡ് ലൈൻസിൽ തന്നെ പറയുന്നുണ്ട്, വൈവ ബോയ്സ് ഷുഡ് നോട്ട് ക്രിയേറ്റ് എനി സെൻസ് ഓഫ് ഫിയർ അമോങ് ദ സ്റ്റുഡൻസ് അല്ലെ. സ്റ്റുഡൻസിൽ ഒരു പേടി ഉണ്ടാക്കുന്ന രീതിയിൽ ആയിരിക്കില്ല വൈവ. ഒരു ഫ്രണ്ട്ലി ഇൻട്രാക്ഷൻ എന്നുള്ള രീതിയിൽ ടീച്ചർ എന്ത് ചെയ്യും, നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആൻഡ് ആ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്യുവർലി ബേസ്ഡ് ഓൺ വാട്ട് യു ഡൺ അല്ലെ. നിങ്ങൾ ചെയ്തതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ആണോ കിട്ടിയത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് HTMLൻ്റെ ഒരു ലിസ്റ്റിൻ്റെ പ്രോഗ്രാമാണ് കിട്ടിയത്. അപ്പോൾ ആ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വൈവക്ക് ഉണ്ടാവുക. അതായത് ഈ ലിസ്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ ഏത് ടാഗ് യൂസ് ചെയ്തു, ഈ ടാഗിൻ്റെ ആട്രിബ്യൂട്ടുകൾ ഏതൊക്കെയാണ്, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇപ്പോൾ C++ൽ ലൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ ലൂപ്പ് ഇപ്പോൾ എന്തൊക്കെ ലൂപ്പ് ഉണ്ട്, ഫോർ ലൂപ്പ്, വൈ ലൂപ്പ്, ഡു വൈ ലൂപ്പ്, ഇതിൽ ഏതാണ് എൻട്രി കൺട്രോൾഡ്, ഏതാണ് എക്സിറ്റ് കൺട്രോൾഡ്, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മക്കളെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വൈവക്ക് ചോദിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്, ക്വസ്റ്റ്യൻ ചേഞ്ച്. സാർ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടി, എനിക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയില്ല, എനിക്കൊന്നും അറിയില്ല, ആ ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചിട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, ആ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒന്നുമില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാം, നിങ്ങൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത്. മാക്സിമം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെയെങ്കിലും ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങൾ അഥവാ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ആൻഡ് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കായിരിക്കും ഡിഡക്റ്റ് ചെയ്യുക. 2 മാർക്ക് നിങ്ങൾക്ക് കുറയ്ക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്ക് കുറക്കും. ഇനിയിപ്പോൾ ഒന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, ആ ക്വസ്റ്റ്യൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതും വെച്ചിരുന്നിട്ട് കാര്യമില്ല. 2 മാർക്ക് കുറഞ്ഞാലും ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ബട്ട് സാധാരണ ഗതിയിൽ ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം എന്നല്ല. ടീച്ചർ വീണ്ടും വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ടിക്ക് ചെയ്ത് തരും. ആ ക്വസ്റ്റ്യൻ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ആ രീതിയിലാണ്. അല്ലാണ്ട് ഒരിക്കലും C++ൻ്റെ ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യാന്ന് കരുതിയിട്ട് C++ൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു പോവുക. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഞാൻ ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഫോളോ ചെയ്യരുത്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, പക്ഷേ ടീച്ചർ അസൈൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടി വരിക. ആൻഡ് അങ്ങനെ ചെയ്താൽ 2 മാർക്കാണ് നിങ്ങൾക്ക് കുറയ്ക്കുക, ഡെഡ്യൂസ് ചെയ്യുക. കഴിഞ്ഞ അല്ലാതെ 4 മാർക്കായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ ചേഞ്ചിന് 2 മാർക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡെഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും C++ൻ്റെ റെക്കോർഡ് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണുള്ളതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ടോട്ടൽ C++ൽ 10 ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അതായത് ഒരു നമ്പർ 3 നമ്പേഴ്സ് എൻ്റർ ചെയ്തിട്ട് ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുന്നതുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു
ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ഡിജിറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ട് അത് എന്താ പറയുക വേർഡിൽ ഒരു ഡിജിറ്റ് എൻ്റർ ചെയ്തിട്ട് അത് വേർഡിൽ ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ട് അല്ലേ. 0 എന്ന് കൊടുത്താൽ ഇങ്ങനെ 0 എന്ന് പ്രിന്റ് ചെയ്യണം, 1 എന്ന് കൊടുത്താൽ ഇങ്ങനെ 1 എന്ന് പ്രിന്റ് ചെയ്യണം. ആ രീതിയിൽ സ്വിച്ച് ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. പിന്നെ കുറച്ച് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് ഫോർമുല ഇല്ലാണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. ഈ ക്വസ്റ്റ്യൻസിൽ മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോൻ്റെതായ നിങ്ങൾ കമന്റ് ചെയ്യണം, സർ ഇതിൽ ഈ ക്വസ്റ്റ്യൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇതിൽ ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യും. എല്ലാവരും കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക, ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ആ വീഡിയോ അല്ല ഇങ്ങനെയുള്ള സംഭവം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും അത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ പാലിൻഡ്രോം ആണോ നോക്കുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ ഉണ്ട് അല്ലെ. ഹൈറ്റുകൾ കുറച്ച് കുട്ടികളുടെ ഹൈറ്റിൽ വലിയ ഹൈറ്റ് കണ്ടുപിടിക്കാൻ അറേ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. strlen ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്ട് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുണ്ട് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. 2 നമ്പേഴ്സ് സ്വാപ്പ് ചെയ്യാനുണ്ട് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പറയണം. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യും, നമ്മൾ സെറ്റാക്കും. HTML-ന്റെ ഭാഗത്തും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒന്ന് കേരള ടൂറിസത്തിന്റെ ഒരു വെബ് പേജ് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഒരു ലിങ്ക് വെബ് പേജ് ലിങ്കിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ അല്ല എന്താ പറയുക ഒരു അൺഓർഡേർഡ് ലിസ്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഇങ്ങനെ നമുക്ക് ഒരു ഓർഡേർഡ് ലിസ്റ്റ് പ്രിന്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ടേബിൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ നമുക്കൊരു ഫോം ഡിസ്പ്ലേ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് HTML വരുന്നത്. പിന്നെ നമുക്ക് SQL വന്നു കഴിഞ്ഞാൽ SQL നമുക്കൊരു ടേബിൾ അല്ലെ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ടാക്കിയിട്ട് സ്റ്റുഡൻറ് ടേബിൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്. അതിൽ ഇതാ ഈ 4 ക്വറീസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റത്തെ വരുന്നത് SQL-ൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എംപ്ലോയി എന്ന് പറയുന്ന ടേബിൾ ഉപയോഗിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ക്വറീസ് എഴുതണം. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് സ്റ്റോക്ക് എന്ന് പറയുന്ന ടേബിൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. നാലാമതായിട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ടാക്കണം. അതിൽ ഒരു 3-4 കാര്യങ്ങൾ ചെയ്യാനുള്ള ക്വറീസ് എഴുതണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് C++, HTML, SQL എന്ന് പറയുന്ന അല്ലെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ലാബ് എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളത്. എനിക്കറിയാം തിയറിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എന്തായിരിക്കും കുറച്ച് ടഫായിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പൊതുവെ പ്രാക്ടിക്കൽ എക്സാമിലേക്ക് വരുന്ന സമയത്ത് അത് കുറച്ച് എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് കുറച്ച് എളുപ്പമാവും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ആരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എഡ്യൂപോർട്ട് ഫോളോ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസ് വഴിയേ വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കണം. C++ന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കണം. HTML നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ SQL-ഉം എങ്ങനെയാണ് നിങ്ങൾ ലാബ് ചെയ്യുന്നത് ആ കറക്റ്റ് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കാര്യങ്ങൾ അല്ലെ നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കാം. അപ്പോൾ എഡ്യൂപോർട്ട് കൂടെ ഉണ്ട്, നിങ്ങൾ ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.